ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കുറേ സാധനമുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ കോടീശ്വരിയാണ്. ക്രാഫ്റ്റ് മെറ്റീരിയൽസ് വേസ്റ്റ് ഒരുപാടുണ്ട് കയ്യിൽ, അതൊന്നും കളയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ എംബ്രോയ്ഡറിയുടെ വർക്കൊക്കെ ചെയ്യുന്ന ആ റിങ്ങില്ലേ, ആ റിങ്ങാണ്. അത് പൊളിഞ്ഞ് പോയി അകത്ത് ഇതൊക്കെ. പിന്നെ ഇഷ്ടം പോലെ പൊടി ഉണ്ടായിരുന്നു. ഞാൻ ബെർത്തിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. പലതും പല സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഒരു 4-5 ചാക്കുണ്ട് വീടിൻ്റെ പുറകിൽ. പിന്നെ കുറച്ച് പെട്ടി ഇരിപ്പുണ്ട്. പിന്നെ കുറേ ലേസൊക്കെ തിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കും. ലേസിൻ്റെ കവർ വെച്ചിട്ട് അവസാനം എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് കുറേ കളറിലൊക്കെ കിട്ടുമ്പോൾ, പല കളറിലൊക്കെ കിട്ടുമ്പോൾ അതെടുത്ത് ഒന്ന് വെച്ചേക്കും. പിന്നെ അക്ഷരമം കഴിക്കുമ്പോൾ അവനും കൊണ്ടുതരും. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ വരുമ്പോൾ ഇതെടുത്തിട്ട് അങ്ങ് ചെയ്യാം. അന്നേരം ലേസ് വാങ്ങാനും ഓടാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് സാധനം ഇതുപോലെ കിട്ടിയാലും സൂക്ഷിച്ച് വെച്ചേക്കും. പിന്നെ കുറേ 7-Upൻ്റെ കുപ്പിയുണ്ട് ഇതുപോലത്തെ. ഇതൊന്നും നമ്മൾ വാങ്ങിയതല്ല കേട്ടോ, ഇതെല്ലാം ഒഴുകി വരുന്നത്. ഞാനിങ്ങനെ പൊതുവേ കാശ് മുടക്കി അങ്ങനെ സാധനങ്ങൾ അധികം വാങ്ങിക്കാറില്ല. എന്നുവെച്ചാൽ ക്രാഫ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽസാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും അത് തന്നെയാണ്. ക്ലേ വെച്ചിട്ട് നല്ലപോലെ വർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളായിട്ട് എന്തോ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലത്തെ കുറേ കുപ്പിയൊക്കെ ഒഴുകി വരുമ്പോൾ അതെടുത്ത് വെക്കും. കിറ്റിനകത്തുള്ളത് നമുക്കിത് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ ഇത് കുഞ്ഞുങ്ങളൊക്കെ കളിക്കുന്ന സാധനമാണ്. പിന്നെ അതുപോലെ നമുക്കൊരു ആപ്പിൻ്റെ കാര്യം കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യെല്ലോ ആപ്പിൻ്റെ കാര്യം. ആ യെല്ലോ ആപ്പ് കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ് തരുന്ന ആപ്പാണ്. നമുക്ക് 1 രൂപ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ക്ലാസ്സാണ്. ലൈവായിട്ട് നമുക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനകത്തേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പാടാണെങ്കിൽ മാതാപിതാക്കൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് ഫ്രീ ക്ലാസ്സുമാണ്. അപ്പം എല്ലാവർക്കും താല്പര്യമായിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള കഴിവ്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, റൈറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. 30ഓളം കഴിവുകൾ നമുക്ക് ഇങ്ങനെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. ഫ്രീ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് നല്ല ഹെൽപ്ഫുള്ളും ആയിരിക്കും. പിന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണിത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഈ യെല്ലോ ക്ലാസ് ആപ്പിൽ കുറേ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കുറേ പ്രൈസൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും പങ്കെടുക്കാം. അല്ലാതെ ക്ലാസ്സിലായിട്ടുള്ളവർക്ക് അങ്ങനെയും പങ്കെടുക്കാം. കോമ്പറ്റീഷനിലായിട്ടും ക്ലാസ്സിലായിട്ടും പങ്കെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്യുക. പിന്നെയുള്ളത് കുറേ CD ആണ്. കുറേ CD ഉണ്ട് കയ്യിൽ. അത് കുറേ പേരായിട്ട് തരും. ചേട്ടനൊക്കെ തരും. ചേട്ടൻ്റെയൊക്കെ കയ്യിൽ പണ്ട് ഫോണില്ലായിരുന്നല്ലോ, പാട്ടൊക്കെ കേൾക്കാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ CD ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ തരുന്നതൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, കവറിലൊക്കെ ആക്കി വയ്ക്കും. പെട്ടെന്ന് തപ്പി നടക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം പെട്ടെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ CD കുറച്ചുണ്ട് കയ്യിൽ. CD കൊണ്ട് നമ്മൾ കുറേ ക്രാഫ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കുറേ ഫോൺ കവർ. ഈ ഫോൺ കവർ കുറേ നാളായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ കയ്യിൽ. പിന്നെ സ്പോഞ്ച് നമ്മൾ കളർ അടിച്ചിട്ട് വെക്കുന്നതാണ്. ഈ ഫോൺ കവർ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആ വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത്. അന്ന് ഇത്രയും ഇല്ലായിരുന്നു. പിന്നെ കുറേയും കൂടിയൊക്കെ അതെൻ്റെ ഒരു ചേട്ടനാണ്. അടുത്ത് ഫോൺ കടയിലാണ് ജോലി ചെയ്യുന്നത് ഏട്ടൻ. ഫോണൊക്കെ നന്നാക്കുന്ന ആളാണ്. അഭിലാഷ് എന്നാണ് പേര്. അപ്പം കൊടുത്തരും. പിന്നെ ഒരു CD. അപ്പോൾ ഈ ഫോൺ കവറൊക്കെ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടി പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ട സമയത്ത് ഇതെടുക്കാം. ആ സമയത്ത് നമുക്ക് കട്ടി പേപ്പറിന് തപ്പി നടക്കുമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത് അടിക്ക് റബ്ബർ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അത്രയും സ്ഥലം കിട്ടും നമുക്ക് അടുക്കി വെക്കാനായിട്ട്. പിന്നെ ഇതുപോലത്തെ കുറേ അടപ്പും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ചില സമയത്ത് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അടപ്പ് പോലെ തോന്നിക്കേണ്ടടുത്ത് വെക്കാം. പിന്നെ ഇത് ജസ്റ്റ് ഒരു കവർ, പേപ്പർ കവർ. ഇത് അച്ഛൻ്റെ ഇൻഹേലറിൻ്റെ കവറാണ്. പിന്നെ ഉള്ളത് കാർഡ്ബോർഡ്, പഴയൊരു സ്കെച്ച് മാർക്കർ, പിന്നെ അമ്മയുടെ കുങ്കുമത്തിൻ്റെത്, പിന്നെ CD മുറിച്ചത്, അങ്ങനെയുള്ളതൊക്കെ. ഇനി നമുക്ക് നമ്മുടെ മറ്റേ ആ ഒരു കിറ്റ് ആദ്യം എടുത്ത് മാറ്റിയില്ലേ, അത് നോക്കാം. ഇതിനകത്ത് ഒരുപാട് സാധനമുണ്ട്. അതൊക്കെ എന്നാന്ന് വളർത്തിലേക്ക് തെർമോക്കോൾ പോലെയൊക്കെ ഇരിക്കും. കട്ടി കുറവാണ്. ഇതും എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്ത് കണ്ടാലും എടുത്ത് വെക്കും, ഒന്നും കളയത്തില്ല. ഇത് നമ്മൾ മെത്ത വാങ്ങിയപ്പോൾ അതിൻ്റെ പുറത്ത് പൊതിഞ്ഞിരുന്നൊരു പേപ്പറാണ്. അതിൻ്റെ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ആ പേപ്പർ കണ്ടപ്പോൾ അതിലെന്തെങ്കിലും ഒരു ഗുണം കാണും അത് വെച്ചിട്ട്. അപ്പോൾ അത് അന്നെടുത്ത് വെച്ചതാണ്. ഇത് അനിയന് ബനിയൻ, ഞാൻ അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു ബനിയൻ വാങ്ങിച്ചപ്പോൾ കിട്ടിയ കവറാണ്. ഇതുപോലുള്ള പേപ്പർ എനിക്ക് ബോട്ടിലിൽ ബേസായിട്ട് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ടെക്സ്ചർ കിട്ടും. ഫെവിക്കോളൊക്കെ പെട്ടെന്ന് പിടിക്കും ഈ പേപ്പറിൽ. അപ്പോൾ ഈ പേപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ പേപ്പർ ഞാൻ കളയത്തില്ല, എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. എനിക്കിഷ്ടം ഇങ്ങനത്തെ പേപ്പർ.
പിന്നെ ഉള്ളത് ഒരുപാട് സാധനമുണ്ട് ഇതിനകത്ത്, കുഞ്ഞു കുഞ്ഞു സാധനം. പിന്നെ ഒരു നെയിൽ പോളിഷ് പണ്ടത്തെയാണ്, ഇത് ഞാൻ പിടിക്കുമ്പോഴാണ് മറ്റൊക്കെ ഉള്ളതാന്ന് തോന്നുന്നത്, ഒരുപാട് പഴയതാണ് അതെ, പക്ഷെ ഒന്നും കളയത്തില്ല. അപ്പോൾ പിന്നെ ഉള്ളത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഐസ്ക്രീമിൻ്റെ ബോക്സസൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഇതുപോലത്തെ ഒരു ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ നിലവിളക്ക് ഉണ്ടാക്കിയത്. പിന്നെ ചെറിയ ചെറിയ കാർഡ്ബോർഡ് പീസൊക്കെ, എന്തൊക്കെയാണ് ആ സമയത്ത് ആവശ്യം വരിക അന്നേരം വന്ന് പെട്ടി ഏതെങ്കിലും എടുക്കുക, അങ്ങനെ എടുത്തിട്ട് ആ വർക്ക് അങ്ങ് ചെയ്യാം. പിന്നെയും കുറേ CD ഉണ്ട്. CD ഇത് ഓരോ സമയത്ത് CD ഒക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്, അതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ പാടാം, അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. ഇത് ഈ ചവറ് പോലെ കിടക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പീസ് മിച്ചം വരും, ഞാൻ അതുപോലും കളയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പാറ്റൻ്റൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കുറേ കുഞ്ഞു കുഞ്ഞു കാർഡ്ബോർഡ് പീസൊക്കെ വെച്ചിട്ടില്ല, അപ്പോൾ അതൊന്നും എനിക്ക് എങ്ങും പോയി തിരക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, നമ്മളായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇതെന്തോ ആവശ്യത്തിന് വരച്ച് വെച്ചാൽ വീടുണ്ടാക്കാനാണ് പറ്റുക, പിന്നെ അത് പറ്റിയില്ല, പിന്നെ ആ കേസങ്ങ് വിട്ടേച്ച് അത് ഇതിനകത്തോട്ട് വെച്ച്. പിന്നെ ഈ കട്ടി പേപ്പർ, പരീക്ഷ പേപ്പർ പോലത്തെ കട്ടി പേപ്പറാണ്, ക്വസ്റ്റ്യൻ പേപ്പർ, അത് വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട്. പിന്നെ CD തന്നെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മുറിക്കത്തില്ല അത്. പിന്നെ ഇത് ബിരിയാണി വാങ്ങിച്ച സമയത്ത് കിട്ടിയതാണ്, ഇത് ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തോ അല്ല അതിൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്ലേയിൽ ഡിസൈനൊക്കെ ചെയ്യാനായിട്ട് പറ്റും, അതിന് വെച്ചേക്കാം. പിന്നെ ഇത് ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫോം ഫ്ലവറാണ്, കുറേ ഉണ്ട്. അതെനിക്ക് കളയാൻ തോന്നിയില്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അത് കളയാൻ തോന്നിയില്ല, അപ്പോൾ അത് സൂക്ഷിച്ച് വയ്ക്കും. വേറെ ഉണ്ട് ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവർ. പിന്നെ ഇത് അക്ഷരമോൻ എന്തോ ചോട്ടാ ഭീമാണോ അല്ലെന്ന് തോന്നുന്നു, അപ്പോൾ അത് അക്ഷരമോൻ കളിക്കുന്നത്. അപ്പോൾ അത് അവൻ്റെ ആ ഒരു കളിപ്പാട്ടം പോയപ്പോൾ അവൻ എനിക്ക് തന്നതാണ്, അപ്പോൾ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്പെടുമെന്ന് ഓർത്തിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുക. പിന്നുള്ളത് ഇത് നമ്മൾ കേബിൾ വയറൊക്കെ ഇങ്ങനെ കെട്ടി വെക്കത്തില്ലേ, അപ്പോൾ ഇത് നമ്മുടെ സൺ ഡയറക്റ്റിൻ്റെ TV വയ്ക്കാൻ വന്ന സമയത്ത് ആ ചേട്ടൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഒരെണ്ണം തരുമോയെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ കുറേ തന്ന്, അപ്പോൾ ഇപ്പോൾ ഒന്നേ കാണുന്നുള്ളു. പിന്നെ ഇത് നമ്മുടെ റേഡിയോയുടെ ഇത് ബാറ്ററി ഇടത്തില്ലേ, ബാറ്ററി ഇടുന്നതിൻ്റെ പുറകിലത്തെ സാധനമാണ് കേട്ടോ, ഇതെനിക്ക് ഉപകാരപ്പെടും ഉറപ്പാണ്, അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ്. പിന്നെ ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞ ഫോം ഷീറ്റ് വെച്ചിട്ട് ഫ്ലവർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് കുറേ ഫ്ലവർ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ്. പക്ഷെ ഇത് പോയി, ഞാൻ ചില അവസരങ്ങളിൽ ഇങ്ങനെ പറിച്ചൊക്കെ എടുക്കും. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമാവും, കൊടുക്കും. പിന്നെ അക്ഷരമോന് കുറേ കൊടുത്തിട്ടുണ്ട്, പല കളറിലുണ്ടാക്കിയായിരുന്നു അന്ന്, റെഡ്, വൈറ്റ്, വയലറ്റ്. പിന്നെ ഇതൊക്കെ കമ്മലൊക്കെ ഉണ്ടാക്കുന്ന പേപ്പറൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. ഇത് ആരും എനിക്ക് തന്നതാണ്, പക്ഷെ അത് ചുരുങ്ങി പറഞ്ഞിട്ടാണ് തന്നത്. പിന്നെ അത് നമ്മളൊരു ട്രോഫി കാണിച്ചില്ലേ, ശരണ്യ ആക്ട്രസ് തന്ന ട്രോഫി +2-ന്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് കിട്ടിയതാണ്. പക്ഷെ കളറൊക്കെ പോയി, കളയാൻ മനസ്സ് വരത്തില്ല, എത്ര പോയെന്ന് പറഞ്ഞാലും കളയാനായിട്ട് മനസ്സ് വരത്തില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചതേ ഉള്ളൂ. മുന്നേ എൻ്റെ ഡയറിക്കകത്തായിരുന്നു ഇരുന്നത്, പക്ഷേ ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇളകി അങ്ങോട്ടേക്ക് പിടിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നല്ലതായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വെച്ച്. പിന്നെ ആ പേപ്പറൊക്കെ അത് നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമല്ലോ, ഈ കളർ പേപ്പറൊക്കെ ചുമ്മാ കട്ട് ചെയ്തെടുക്കാൻ. ഇത് പിന്നെ ഉണ്ണിച്ചൻ്റെ പാൻറ്റിൻ്റെ മറ്റോ കെട്ടാണ്, അതും ആവശ്യം വരും, അങ്ങനെ എടുത്ത് വെച്ചതാണ്. സത്യം പറഞ്ഞാൽ കോമഡി, ഇത് തപ്പിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെയുള്ളത് അമ്മയുടെ പഴയ ഒരു ക്ലിപ്പ്, ഇത് ഞാൻ ആദ്യമായിട്ട് അമ്മച്ചിക്ക് വാങ്ങിക്കൊടുത്ത ക്ലിപ്പാണ്, കളയാൻ മനസ്സ് വരുന്നില്ലടാ പോയി. ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ഓർക്കും ഇതൊക്കെ എന്തുവാ ഇത്. ഇത് റിമോട്ടിൻ്റെ ഉള്ളിലുള്ളതാണ്, ഇത് വെച്ചിട്ട് നമ്മൾ ക്യാമറയുടെ സ്വിച്ചൊക്കെ ഇത് വെച്ചിട്ടല്ലേ പിടിപ്പിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതെടുക്കാൻ പറ്റും. ക്ലേ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്വിച്ചൊന്നും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടിയെന്ന് വരത്തില്ല, ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ എത്ര വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്താലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുമ്പോഴാണല്ലോ നമുക്ക് വേസ്റ്റ് വെച്ചിട്ടും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭംഗിയാക്കാൻ പറ്റും. ഇത് പിന്നെ എന്തോ കമ്മലുണ്ടാക്കുന്ന റിങ്ങോ അങ്ങനെ എന്തോ, ഇതൊക്കെ എനിക്ക് ഏതോ ഒരു കടയിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ അവർ കളയാൻ പോകുമായിരുന്നു, അങ്ങനെ എന്തോ കിട്ടിയതാണ്, ഞാൻ ഓർക്കുന്നില്ല, കുറേ വർഷമായതാണ്. പഴയ സ്കെച്ച്, ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ സ്കെച്ച് എന്ന് പറഞ്ഞെടുത്ത് വെച്ചതാട്ടോ, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നതൊന്നും കളയാൻ തോന്നത്തില്ല, നമുക്കത് ഭയങ്കര പ്രിയപ്പെട്ടായിരിക്കും, കൊതിച്ച് വാങ്ങിക്കുന്നതായിരിക്കും, അത് നമുക്ക് കളയാൻ തോന്നത്തില്ല. ഇത് പിന്നെ കുറേ പേപ്പർ, അല്ലറ ചില്ലറ സാധനങ്ങൾ കട്ട് ചെയ്തത്, അതിനുള്ളിൽ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ചേട്ടൻ്റെ നിന്ന് കുറേ ഇങ്ങനെ കേബിളൊക്കെ ഇങ്ങനെ മുറുക്കി വയ്ക്കുന്ന സാധനം വാങ്ങിയെന്ന്, അതിൽ ഉള്ളതാണിത്. ആദ്യം നമ്മൾ ഒരെണ്ണം കാണിച്ചില്ല, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളതാണിത്, കുറേ ഉണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് വലിയെന്ന് വെച്ചാൽ നൂലാണ്, ചില സൈസ് നൂലൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിങ്ങനെ കിടന്ന് വലിയും. നമുക്കിത് എല്ലാം കൂടെ എടുത്ത് നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ എവിടെയെങ്കിലും എല്ലാം കൂടെ ഡംപ് ചെയ്ത് വെക്കും. അപ്പോൾ തപ്പി എടുത്ത് കഴിഞ്ഞാൽ ഒരു കിറ്റ് ഇത് എന്തോ കെട്ടി വെച്ചേക്കുക, മുന്നേ വെച്ചതാണ്, എന്നാ നോക്കാം.
പല സാധനങ്ങളും കാണുമ്പോൾ ഞാൻ ഓർക്കും, ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന, ഇതൊക്കെ എപ്പോഴാണ് എടുത്ത് വെച്ചതെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ഇത് കല്ലാണ്, അക്ഷരമോൻ തന്നതാണ്. അവന് കുറേ ഇങ്ങനത്തെ പെബിൾസൊക്കെ കിട്ടിയപ്പോൾ അവൻ അന്ന് തന്നതാണ്. ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതിനകത്ത് വെച്ച കാര്യം വിട്ടുപോയി. ഇത് നോക്കിയപ്പോഴാണ് അത് ഓർത്തത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അത് ഭംഗിയുള്ള കല്ലുവാണ്. ഈ അക്വേറിയത്തിനകത്തൊക്കെ ഇടുന്ന കണക്കത്തെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇത് കമ്പി, സാധാ കമ്പി. ഇതൊക്കെ ഈ അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് വേണം തോന്നിയാൽ ഞാനത് അടിച്ചു മാറ്റി ഇതിനകത്തോട്ട് ഇട്ടേക്കും. അച്ഛയ്ക്ക് പിന്നെ കൊടുക്കത്തില്ല. അച്ഛയ്ക്ക് ഇങ്ങനത്തെയുള്ള ഇലക്ട്രോണിക് കാര്യങ്ങൾ, കമ്പി, അതൊക്കെ. ഇത് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ ഒരു ജനൽ ഉണ്ടാക്കി നോക്കിയതാണ്. ജനലല്ല, കതക്. ഇത് മുന്നേ ഉണ്ടാക്കി നോക്കിയതാണ്. അത് ആ സമയത്ത് ഈ ഫെയറി ഹൗസൊക്കെ ചെയ്യുന്ന സമയത്തിന് മുന്നേ എനിക്കറിയത്തില്ല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അപ്പം ഞാനിത് ഇതെനിക്ക് തോന്നുന്നു അരിപ്പൊടിയോ അങ്ങനെ എന്തോ പൊടി വെച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ വാർണിഷ് ഒരു 3-4 കോട്ട അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാളായിട്ടത് പോയിട്ടില്ല. എന്നാന്ന് ഓർക്കുന്നില്ല, അരിപ്പൊടിയോ മൈദാപ്പൊടിയോ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്തതാണ്. പിന്നെ ഇത് സാൻഡിങ് ഡിസ്കാണിത്. ഇതിന് പല പേരും പറയാം. മിരി പേപ്പർ, സാൻഡ് പേപ്പർ അങ്ങനെയൊക്കെ പറയും. ഇത് സാൻഡിങ് ഡിസ്കാണ്. അപ്പോൾ ഇത് അച്ചടയിൽ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പഴയത് അച്ച ഇപ്പോൾ ഉപയോഗിക്കാത്തത് ഞാൻ എടുത്ത് കൈ വെച്ചിരിക്കുക. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, എനിക്ക് സാൻഡ് പേപ്പറൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പിടിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും നമുക്ക്. ആ സമയത്ത് നമുക്ക് വാങ്ങിക്കാനോ ഓടാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ കിട്ടുമ്പോൾ എടുത്ത് ഇതിനകത്തോട്ട് അങ്ങ് വെച്ചേക്കും. പിന്നുള്ളത് പഴയൊരു കത്രിക, അങ്ങനെ അല്ലറ സാധനങ്ങൾ. ഇനിയെല്ലാം ഇതുപോലത്തെ ഞുണുക്ക കുഞ്ഞു സാധനങ്ങളാണ്. ചില ബോക്സുകൾ, പെട്ടികൾ, അടപ്പുകൾ, കല്ല് വരെ ഉണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടപ്പാണ്, നമ്മുടെ ഗ്ലാസ് ലൈനറിൻ്റെ. പിന്നെ ക്ലേ ഉണങ്ങിപ്പോയത്, ഒന്നും കളയത്തില്ല. പിന്നെ ഇത് കേബിൾ വയർ ഇങ്ങനെ ചീന്തി എടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് നാര് പോലെയുള്ള വയറുകളൊക്കെ എടുക്കുന്നതാണ്. ഇതെന്തായാലും ആവശ്യം വരുന്ന സാധനമാണ്. പിന്നെ ഉള്ളത് കുറച്ച് പഴയ സ്കെച്ച് പെന്നും ഒരു പഴയ പെട്ടിക്കകത്തൊക്കെ അതൊക്കെ കുറച്ച് നല്ലപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ യെല്ലോ ക്ലാസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവരൊക്കെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.